ورحمة الله وبركاته. الحمد لله رب العالمين وحده لا شريك له يحيي ويميت وهو على كل شيء قدير. نحمدك اللهم يا إلهنا يا رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وصحبه أجمعين. صلى الله وسلم عليك يا سيدنا يا رسول الله. صلى الله وسلم عليك يا قرة أعيننا يا حبيب الله. بلغت الرسالة وأديت الأمانة ونصحت الأمة وكشفت الغمة وجاهدت في سبيل ربك حق جهاده وعبدت ربك حتى أتاك اليقين وسلم تسليما كثيرا كثيرا. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ونضع الموازين القسط ليوم القيامة فلا تظلم نفس شيئا وإن كان مثقال حبة من خردل أتينا بها وكفى بنا حاسبين. قال الله عز وجل: يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحد أنت الوسيلة في الدارين لن يصلا إلى مقاصده أحد بغيرك من يكون مثلك قد أعطيت كل منن إني توسلت بالمختار أشرف من رقى السماوات سر الواحد الأحد. وعلى محمد سيدنا محمد. ആദരണീയരായ ഉലമാക്കളെ, സ്നേഹമുള്ള സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാർ, വിശുദ്ധ റമദാനിലെ നമ്മുടെ ഈ ദശദിന പ്രഭാഷണം 7-ാം ദിവസമാണ്. നാളെയും മറ്റന്നാളും കൂടിയാണ് പരിപാടിയുള്ളത്. 8-ാം ദിവസം. നാളെയും മറ്റന്നാളും കൂടി ഇൻഷാ അല്ലാഹ് ഈ പരിപാടി നടക്കും. പരിശുദ്ധ റമദാൻ മാസം ഇബാദത്തുകളെ വർദ്ധിപ്പിക്കാൻ സഹായകമായ, നമ്മുടെ ജീവിതത്തിൽ വഴിത്തിരിവ് സൃഷ്ടിക്കുന്ന ഒരു മഹത് സംഭവമായി ഈ പരിപാടി മാറണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ ഇത് സ്വീകരിക്കുമാറാകട്ടെ. അഷ്റഫുൽ ഖൽഖ് താഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അവിടുന്ന് എപ്പോഴും ദുആ ചെയ്യാറുള്ളതാണ്: അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ വമിൻ ഖൽബിൻ ലാ യഖ്ശഅ വമിൻ ദഅവത്തിൻ ലാ യുസ്തജാബു ലഹാ. അല്ലാഹുവേ, ഉപകാരപ്പെടാത്ത അറിവ് എനിക്ക് വേണ്ട. ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു പടച്ചവനെ. ഭയഭക്തിയില്ലാത്ത ഖൽബ് എനിക്ക് വേണ്ട. ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു അല്ലാഹുവേ. ഉത്തരം ലഭിക്കാത്ത ദുആ, അതിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു അല്ലാഹുവേ. നാം ഇതുവരെ കേട്ടതും പഠിച്ചതും പറഞ്ഞതുമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കാൻ പക്വതയുള്ളതാവണം. ആ പ്രതിജ്ഞാബോധത്തോടെ വിഷയം ഉൾക്കൊണ്ടവർക്ക് ഇൻഷാ അല്ലാഹ് ആഖിറത്തിലെ ഭയാനക നാളിൽ അല്പമെങ്കിലും ആശ്വസിക്കാൻ പറ്റുന്നതായിരിക്കും ഈ പരിപാടി. വിശേഷിച്ച് പരലോക ജീവിതം എന്ന മുഖ്യമായ ഒരു വിഷയത്തെ ആസ്പദിച്ചുകൊണ്ടാണ് നാം സംസാരിച്ചിട്ടുള്ളത്. ഈ 3 ദിവസത്തെ പ്രസംഗവും കൂടിയായാൽ വളരെ ഹ്രസ്വമായാണെങ്കിലും വിഷയത്തിന്റെ ഏകദേശ രൂപം സദസ്സിന്റെ മുമ്പിൽ വെക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഈ പറയുന്ന ഓരോ ഭാഗങ്ങളിലും നമ്മുടെ മനസ്സ് സ്വാധീനിക്കപ്പെടണം. ഓരോ ഘട്ടങ്ങളെക്കുറിച്ചും നമ്മുടെ ജീവിതത്തിൽ ബോധം തെളിയണം. അങ്ങനെ നമ്മുടെ ജീവിതത്തിന് ഒരു മാറ്റം തരാൻ
ഈ പറഞ്ഞതും കേട്ടതും സഹായകമാകണം. ഞാൻ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ ഓർമ്മിപ്പിച്ചിരുന്നു നരകത്തിന്റെ ഭയാനകതയെ കുറിച്ച്. ജഹന്നമെന്ന, ജഹീമെന്ന ശിക്ഷയുടെ ഏറ്റവും വലിയ കേന്ദ്രത്തെക്കുറിച്ച് കുറേയേറെ കേട്ടാൽ, കുറേയേറെ പറഞ്ഞാൽ സ്വാഭാവികമായും ഈമാൻ കുറച്ചുള്ള ആളുകളുടെ കൽബിലും ഒരു ചെറിയ മാറ്റം വരും. അല്ലാഹുവേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണമേ എന്ന് പറയുമ്പോൾ തമാശയിലും ചിരിയിലും കഴിഞ്ഞുകൂടുന്ന നമുക്ക് ഇതൊരു ബേജാറുള്ള വിഷയമാണ് എന്നെങ്കിലും മനസ്സിൽ തട്ടും. അതിനെങ്കിലും ഉപയുക്തമായ സംസാരമാണ് നിങ്ങൾക്ക് ഈ വേദിയിൽ സംസാരം ലഭിച്ചതെങ്കിൽ, ശ്രവിക്കാൻ സാധിച്ചതെങ്കിൽ നാം എല്ലാവരും ധന്യരാണ്. അല്ലാഹു തആല പൊരുത്തപ്പെട്ട സദസ്സാക്കി സ്വീകരിക്കട്ടെ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഭയാനകമായ അതിഭീതിതമായ മഹ്ശറാവൻ സഭ, അവിടെ നടക്കുന്ന വിചാരണയുടെ അതിഗൗരവമായ ഭാഗങ്ങൾ, വിചാരണക്കെടുക്കുന്നതിന് മുമ്പ് ജനങ്ങൾ അസഹ്യമായി ബുദ്ധിമുട്ടായി. അവർക്ക് പരിഹാരം എന്നോണം വിചാരണയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പ്രേരിപ്പിക്കാൻ അഷ്റഫുൽ ഖൽഖ് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശുപാർശകനായി വന്നെത്തുന്ന ഘട്ടം. അങ്ങനെ അല്ലാഹു തആല വിചാരണ ഏറ്റെടുക്കുകയും മഹ്ശറിൽ ഒരുമിച്ചുകൂടിയ സർവമാന ചരാചരങ്ങളിലും അവന്റെ തീർപ്പ് കൽപ്പിക്കുകയും ചെയ്യുന്ന സംഭവം. ഇതെല്ലാം ഇന്നലെ നാം പറയുകയുണ്ടായി. ഹിസാബ് പൂർത്തിയാകുന്നില്ല. ഹിസാബിലെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളാണ് ഇനിയും ബോധ്യപ്പെടാത്ത ആളുകളെ അല്ലാഹു തആല ബോധ്യപ്പെടുത്താൻ, അല്ലാഹുവിന്റെ ഭാഗത്ത് നീതി വിരുദ്ധമായ ന്യായക്കേടുള്ള യാതൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് മനുഷ്യർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഇത് അല്ലാഹുവിന്റെ തീരുമാനമാണ്. അതുകൊണ്ടാണ് നന്മത്തിന്മയെ തൂക്കുന്ന ഗ്രന്ഥം വെച്ചിരിക്കുന്നു. പോരാ, അല്ലാഹുവിന്റെ വിചാരണയിൽ വല്ലതും അന്യായമായി സംഭവിച്ചിട്ടില്ല എന്ന് അടിമകൾക്ക് ബോധ്യപ്പെടുവാൻ അടിമകളുടെ അവയവങ്ങൾ തന്നെ സാക്ഷിയായി രംഗത്തേക്ക് വരുന്നു. ആ ഭാഗം നമുക്ക് പറയേണ്ടതുണ്ട്. മഹ്ശറായിലെ ബേജാറുള്ള രംഗത്തെക്കുറിച്ച് വ്യത്യസ്തങ്ങളായ ഹദീസുകൾ കാണാം. പരിശുദ്ധ ഖുർആനിൽ ധാരാളം കാണാം. യൗമ യജഅലുൽ വിൽദാനു ശീബ, കുട്ടികൾ പോലും നരച്ചു പോകുന്ന അവസ്ഥ പരലോകത്തെ കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു. അന്ത്യനാളിനെ കുറിച്ച് അവിടുന്ന് അങ്ങോട്ട് മുഴുവൻ ബേജാറിന്റെ സന്ദർഭങ്ങളാണ്. സ്വസ്ഥതയുള്ള സന്ദർഭമില്ല. നല്ല മോമിനീങ്ങൾക്ക് പോലും സമാധാനിക്കാനുള്ള സന്ദർഭമില്ല. നിന്റെ രണ്ട് കാലും സ്വർഗത്തിലേക്ക് പരിപൂർണമായി കടന്നു എന്ന് ഉറപ്പാകുന്നത് വരെ നീ ഒരിക്കലും നിർഭയനായി പോകരുതെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. എപ്പോഴും എന്തും സംഭവിക്കാം. ആർക്കും ഒന്നും മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയില്ല. മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി അവിടുന്ന് പറഞ്ഞു മഹ്ശറിലെ ഭയാനകതയെ നമുക്ക് മനസ്സിലാക്കി തരാൻ. അബൂ ബർസത്തുൽ അസ്ലമി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. പിന്നാലെ നബിത്തങ്ങൾ പറയുകയാണ്, ലാ തസൂലു ഖദമാ അബ്ദി യൗമൽ ഖിയാമ ഹത്താ യുസ്അല അൻ ഖംസ്. സാധാരണ വാളുകളിൽ കേൾക്കുന്നതായതുകൊണ്ട് വിശദീകരണം ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നാളെ മഹ്ശറിൽ അല്ലാഹുവിന്റെ മുമ്പിൽ ഒരുമിച്ച് കൂടുന്ന മനുഷ്യർ അവരുടെ കാലനക്കാൻ കഴിയില്ല. ലാ തസൂലു ഖദമാ അബ്ദിൻ, ഒരൊറ്റ മനുഷ്യന്റെയും കാലനക്കാൻ കഴിയില്ല. ഹത്താ യുസ്അല അൻ ഖംസ്, പ്രധാനപ്പെട്ട 5 വിഷയങ്ങളെ കുറിച്ച്, 5 സംഗതികളെ കുറിച്ച് മറുപടി പറയണം, ചോദ്യത്തിന് വിധേയമാകണം. അള്ളാഹുവിന്റെ വിചാരണക്ക് മുമ്പിൽ പ്രധാനമായും 5 സംഗതികൾ കടന്നു വരാതെ ഒരൊറ്റ കുട്ടിക്കും കാലനക്കാൻ കഴിയില്ല. അള്ളാഹു നൽകിയ ആയുസ്, അവന്റെ ജീവിതകാലം എന്തിന് ചെലവഴിച്ചു, ഓരോ ശ്വാസോച്ഛ്വാസങ്ങളും ഏതാവശ്യത്തിന് വേണ്ടി ചെലവഴിച്ചു എന്ന് കൃത്യമായ കണക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ ബോധിക്കണം. റസൂലുള്ളാഹി പറയുകയാണ്, നമ്മുടെ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കണം. വിഷയം പഠിക്കാൻ വേണ്ടി വാല് കേട്ടാ പോരാ, വിഷയം ചിന്തിക്കാനും ചിന്തിച്ച് ബോധം നേടാനും അതുവഴി ജീവിതത്തെ തിരുത്തുവാനും സഹായകമാകണം. ആ രൂപത്തിൽ കേട്ടാൽ പറയുന്ന ഞാനും നിങ്ങളുമൊക്കെ പരിങ്ങലിലാണ്. നമ്മുടെ ആയുസ്സിനെ എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്ന് ചോദിക്കുമ്പോൾ, നമ്മുടെ ഓരോ നിമിഷത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അള്ളാഹുവിന്റെ മുമ്പിൽ പറയാൻ പറ്റുന്ന മറുപടി, അതിന് പറ്റുന്ന വല്ലതും നാം സമ്പാദിച്ചിട്ടുണ്ടോ? സുഹൃത്തുക്കളെ, ഗൗരവമുള്ള ഒരു വിഷയമാണ്. ഓരോ നിമിഷവും നാം ചെലവഴിച്ച കാര്യം അള്ളാഹു പൊരുത്തപ്പെട്ടതാണോ? അള്ളാഹു നൽകുന്ന വായു നാം ശ്വസിച്ചു, അള്ളാഹു നൽകിയ വെള്ളം നാം കുടിച്ചു, അള്ളാഹു നൽകിയ ഭക്ഷണം ആഹാരം നാം ഭുജിച്ചു, അള്ളാഹു നൽകിയ ഭൂതലത്തിലൂടെ നാം നടക്കുന്നു. ഇതെല്ലാം അള്ളാഹു പാകപ്പെടുത്തി നമുക്ക് തന്നിട്ട് ഈ സമയം ചെലവഴിക്കുന്നത് അള്ളാഹുവിന് ധിക്കാരപരമായ രൂപത്തിലാണെങ്കിൽ നമ്മുടെ നഷ്ടം എത്ര വലുതാണ്.
അഹോ ഓർക്കാൻ കഴിയാത്ത ദുഃഖമാണ്. അള്ളാഹു അതിനെ കുറിച്ച് ചോദിക്കാതെ ഒരൊറ്റ കുട്ടിയെയും വിടില്ലെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. മറ്റൊരു റിവായത്തിൽ കാണാം അൻ ശബാബിഹി ഫീമാ അഫ്നാ. മനുഷ്യരുടെ രക്തത്തുടിപ്പുള്ള കാലഘട്ടം യൗവനമാണ്. ആ യൗവനത്തിന്റെ പ്രസരിപ്പിൽ എന്തൊക്കെ ചെയ്തു, എവിടെയൊക്കെ പോയി, എന്തിനാണ് ആ കാലഘട്ടം വിനിയോഗിച്ചത് എന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കണം. സുഹൃത്തുക്കളെ, ഹാസിബൂ ഖബ്ല അൻ തുഹാസബൂ വസിനൂ അഅമാലക്കും ഖബ്ല അൻ തുസനൂ ശഫീഉനാ റസൂലുള്ളാഹി. ഇങ്ങനെ ഒരു കർക്കശമായ വിചാരണയ്ക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ നിങ്ങൾ വിധേയമാക്കപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ സ്വയം വിചാരണ നടത്തുകയും ആത്മപരിശോധന നടത്തുകയും ഓരോ ദിവസവും കിടക്കാൻ നേരത്ത് ഉറങ്ങുന്നതിന് മുൻപായി അന്നന്നത്തെ ജീവിതത്തിന്റെ ചലനങ്ങളെ കുറിച്ച് വിലയിരുത്തണമെന്ന് അപഗ്രഥിക്കണമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ ഹദീസിന്റെ വ്യാഖ്യാനമാണത്. ഹാസിബൂ അൻഫുസക്കും ഖബ്ല അൻ തുഹാസബൂ. അള്ളാഹുവിന്റെ മുമ്പിൽ വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടും മുമ്പ് തന്നെ നിങ്ങൾ സ്വയം ഒന്ന് വിചാരണ ചെയ്തു നോക്കുക. ഇന്ന് സുബഹിക്ക് ശേഷം ഞാൻ എത്ര പേരെ ഗീബത്ത് പറയേണ്ടി വന്നിട്ടുണ്ട്, എത്ര ഹറാമുകൾ എന്നിൽ വന്നു പോയിട്ടുണ്ട്, എത്ര ഇബാദത്തുകളിൽ ഭംഗം വരുത്തിയിട്ടുണ്ട്, എത്ര കൽപ്പനകൾ ഞാൻ അതിലംഘിച്ചിട്ടുണ്ട് എന്ന് ഓരോ ദിവസവും കണക്കുകൂട്ടണം. ആധുനിക സൈക്കോളജിയിൽ സൈക്യാട്രിസ്റ്റുമാർ മനുഷ്യരുടെ ജീവിതത്തിന്റെ ചിട്ടകളെ നന്നാക്കിയെടുക്കാൻ വേണ്ടി ഒരു നിർദ്ദേശം മുമ്പോട്ട് തരുന്നുണ്ട്. ഓരോ ദിവസവും സന്ധ്യയ്ക്ക് ഉറങ്ങുന്നതിന് മുൻപായി പേപ്പർ എടുത്തു വെക്കുക. ചുമപ്പും നീലയും അല്ലെങ്കിൽ രണ്ട് നിറത്തിലുള്ള ഏതെങ്കിലും രണ്ട് പെണ്ണെടുത്ത് വെക്കുക. അതത് ദിവസത്തെ ജീവിത ചലനങ്ങളെ കുറിച്ച് ഓരോ ദിവസവും വിലയിരുത്തുക. ആരോഗ്യകരമായി, തൃപ്തികരമായി, ബുദ്ധിപരമായി, വിദ്യാഭ്യാസപരമായി ഗുണമുള്ള കാര്യങ്ങളെല്ലാം അന്നന്ന് ചെയ്യുന്നത് പ്രത്യേകമായ തൃപ്തിയുള്ള ഒരു മഷി കൊണ്ട് അടയാളപ്പെടുത്തുക. അനാരോഗ്യകരമായി, മോശകരമായി, അശ്ലീലമായി അന്നന്ന് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ചുമപ്പ് മഷി കൊണ്ട് അടയാളപ്പെടുത്തുക. ഓരോ ദിവസവും വിലയിരുത്തി ഓരോ ദിവസവും ആ പേപ്പറിന്റെ മുമ്പിൽ വെച്ച് തീരുമാനമെടുക്കുക. ഇന്ന് ചീത്ത കാര്യങ്ങൾക്കാണ് മുൻതൂക്കം. റെഡ് മാർക്ക് വർദ്ധിച്ചിരിക്കുന്നു. ചുമപ്പ് മഷി കൊണ്ടാണ് എനിക്ക് അടയാളം കൂടിയിരിക്കുന്നത്. നീലമഷി കുറവാണ്. അതുകൊണ്ട് നാളെ തീർച്ചയായും എന്റെ നീലമഷി അഥവാ നല്ല കാര്യങ്ങളുടെ അപഗ്രഥന റിപ്പോർട്ട് പെരുകും. അത് കൂടുതൽ ഞാൻ ചെയ്യും. നാളെ ചുമപ്പ് റിപ്പോർട്ട്, ചുമന്ന മാർക്ക് എന്റെ ജീവിതത്തിൽ കുറക്കാൻ ശ്രമിക്കും. ഇങ്ങനെ മനുഷ്യ ജീവിതത്തിലെ സെറ്റപ്പ്, അവരുടെ ചിട്ടകൾ നന്നാക്കിയെടുക്കാൻ ഇങ്ങനെ ഒരു സിസ്റ്റം ഡോക്ടർ ദേവദാസ് മേനോൻ കലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ സൈക്കോളജിക്കൽ വിഭാഗം റീഡറാണ്. അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. മഹാനായ ഒരു ദിവസത്തേക്ക് മാത്രമല്ല, സത്യവിശ്വാസി ഓരോ സമയത്തും ചെയ്യേണ്ട കാര്യമാണ്. നമ്മൾ മഷിയും പെണ്ണുമൊന്നും എടുക്കുന്നില്ലെങ്കിലും അതത് ദിവസം വിചാരണ ചെയ്യുക. നമ്മുടെ കാര്യം നാം തന്നെ ആലോചിക്കുക. ഇന്ന് വന്ന പാളിച്ചകൾ തിരുത്താൻ നാളത്തേക്ക് സഹായകമാകാൻ അത് ഉപകരിക്കും. ഹാസിബൂ അൻഫുസക്കും, നിങ്ങൾ സ്വയം വിചാരണ നടത്തുകയും ആത്മപരിശോധന നടത്തുകയും ഖബ്ല അൻ തുഹാസബൂ, നിങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിൽ വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടും മുമ്പ് വസിനൂ അഅമാലക്കും, നിങ്ങൾ നിങ്ങളുടെ കൃത്യങ്ങൾ, കർമ്മങ്ങൾ തൂക്കി കണക്കാക്കുകയും ഓരോ ദിവസവും ചെയ്ത കാര്യങ്ങളുടെ വില, അതിന്റെ നിലവാരം നിങ്ങളൊന്ന് അളന്നു നോക്കുകയും ഇന്ന് എത്ര റക്അത്ത് നിസ്കരിച്ചു, എത്ര ദിക്ർ ചൊല്ലി, എത്ര സത്കർമ്മം ചെയ്തു, നിങ്ങളൊന്ന് കണക്കുകൂട്ടി നോക്കൂ. ഖബ്ല അൻ തുസനൂ, അല്ലാഹുവിന്റെ നീതിയുക്തമായ മീസാനിൽ നിങ്ങളുടെ അമലുകൾ തൂക്കപ്പെടുന്നതിന് മുൻപ് നിങ്ങൾ തന്നെ ഒന്ന് തൂക്കി നോക്കുകയും എന്ന് ശഫീഉനാ റസൂലുള്ളാഹി. ഈ ഹദീസ് മാത്രം മതി ബുദ്ധിയുള്ള മനുഷ്യനെ നയിക്കാൻ. ഈ 5 കാര്യങ്ങൾക്ക് നമ്മോട് ചോദ്യം വരുമ്പോൾ മറുപടി പറയാൻ ആവശ്യമായ ഉത്തരം, അതിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുക. ഒന്ന്, ആയുസ്സിനെ കുറിച്ച് ചോദിക്കും. അള്ളാഹു ഓരോരുത്തർക്ക് നൽകിയ വിജ്ഞാനം, അറിവ് നാം പലതും പഠിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്തൊക്കെ നീ പ്രവർത്തിച്ചു? നീ കുറെ സുന്നത്ത് നിസ്കാരങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുണ്ടല്ലോ. ജീവിതത്തിൽ എത്ര തവണ ആ സുന്നത്ത് നിസ്കാരം നിർവഹിച്ചിട്ടുണ്ട്? നീ കുറെ ദിക്റുകൾ പഠിച്ചിട്ടുണ്ടല്ലോ. ആ ദിക്റുകൾ നീ എത്ര നിലനിർത്തിയിട്ടുണ്ട്? നിശ്ചയമായും ചോദ്യം വരും. മൂന്നാമത്തെ കാര്യം, ഓരോ മനുഷ്യനും സമ്പാദിച്ച മുതൽ, പണം എവിടുന്ന് കിട്ടി? ആധുനിക ലോകത്ത് അഴിമതി നിരോധന നിയമങ്ങൾ വന്നിട്ടുണ്ട്. ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ ഓരോരുത്തരും കണക്ക് ബോധ്യപ്പെടുത്തണം. അവരുടെ കണക്കിൽ കവിഞ്ഞ സംഖ്യ ഒരുമിച്ച് കൂട്ടിയവർ അതിനാവശ്യമായ ടാക്സ് കൊടുക്കണം. ഇതൊക്കെ ഗവൺമെന്റിന്റെ നിയമമാണ്. കണ്ണ് പൊട്ടിക്കാൻ എളുപ്പമാണ്. നിയമങ്ങൾ നമുക്ക് ദുരുപയോഗപ്പെടുത്താൻ എളുപ്പമാണ്. കോടതികളെ അനുകൂലമാക്കി മാറ്റാൻ എളുപ്പമാണ്. പക്ഷേ അള്ളാഹുവിന്റെ കോടതിയെ കബളിപ്പിക്കാൻ കഴിയില്ല. അള്ളാഹുവിന്റെ മുമ്പിൽ ഒരിക്കലും തന്നെ തെറ്റായ വിവരങ്ങൾ കൊടുത്തുകൊണ്ട് തടിവെപ്പാൻ സാധിക്കില്ല. അള്ളാഹുവിന്റെ മുമ്പിൽ അതൊരു വലിയ ഓഫീസാണ്.
അവിടെ ആ വിചാരണയിൽ മനസ്സിലെ വികാരങ്ങൾ പോലും കണക്ക് പരിശോധനയ്ക്ക് വരും. ആ ദിവസത്തിൽ ഓരോരുത്തരും സമ്പാദിച്ച നയാ പൈസയെ കുറിച്ച് ചോദ്യം വരുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. എന്റെ ഉമ്മത്തുകൾക്ക്, മനുഷ്യ സമൂഹത്തിന് ഒരവസ്ഥ സംസാരമാകും. അന്ന് അവർ സമ്പാദിക്കുന്ന ധനം, അവരാർജിക്കുന്ന മുതല് ഹറാമാണോ ഹലാലാണോ എന്ന് നോക്കുക പോലുമില്ല. എവിടുന്നാണ് എന്റെ വരവ് എന്നൊരു ചിന്ത പോലും ചെയ്യാത്ത ആളുകൾ എന്റെ ഉമ്മത്തിൽ അവസാനം വരുമെന്ന് പഠിപ്പിച്ച ഹദീസിന്റെ പുലർച്ച ഇന്ന് നമ്മുടെ കാലത്തൊക്കെ കാണുകയാണ് സുഹൃത്തുക്കളെ. ഹറാമ് കുടുങ്ങിപ്പോയാൽ പിന്നെ നമുക്ക് നന്നാകാൻ കഴിയില്ല. ഇപ്പോൾ തന്നെ നോക്ക്, 6-7 ദിവസമായി പരലോകത്തെ കുറിച്ച് കേൾക്കുന്നു. പലപ്പോഴും സദസ്സ് കരയുന്നു. പരിശുദ്ധ ഖുർആനിന്റെ ഭീതിതമായ ആഹ്വാനങ്ങൾക്ക് മുമ്പിൽ മനസ്സ് കിടിലം കൊള്ളുന്നു. പക്ഷേ അരമണിക്കൂർ കഴിയുമ്പോഴേക്ക് മറന്നുപോകുന്നു. ഇതിന്റെ ഒരു മാറ്റവും കാണുന്നില്ല. സ്റ്റെഫ് മോശമാണ്. നമ്മുടെ ശരീരത്തിന്റെ നിർമ്മാണത്തിന്റെ ഉപാധികൾ സ്റ്റെഫ് കേടായിപ്പോയി. ഹറാമിൽ നിന്ന് മുളക്കുന്ന ശരീരമാണ്, ഹറാമിന്റെ രക്തമാണ്, ഹറാമിന്റെ മജ്ജയാണ്, ഹറാമിന്റെ മാംസമാണ്. ഇന്നാലില്ല, നമ്മുടെ അവസ്ഥ അതാണ്. ഹറാമിൽ നിന്ന് വളരുന്നത്, ഹറാമിൽ നിന്ന് മുളയ്ക്കുന്നത്, ഹറാമ് തിന്ന് വളരുന്നത് അത് നരകത്തിലേക്ക് കൂടുതൽ ബന്ധപ്പെട്ടതാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. നരകത്തിന് വേണ്ട പണിയെ എടുക്കുക ശരീരം. നരകത്തിലേക്ക് പോകാനുള്ള പ്രവൃത്തികളെ ആ ശരീരത്തിൽ ചെയ്യാൻ കഴിയൂ. ഈ പരുവത്തിൽ നമ്മുടെ ശരീരം ഹറാമിൽ കുരുങ്ങിപ്പോകുന്ന കാലഘട്ടമാണ്. പരമാവധി സൂക്ഷിക്കുക, പരമാവധി സൂക്ഷ്മത പുലർത്തുക. നാം സമ്പാദിക്കുന്ന ഓരോ നയാ പൈസയും അള്ളാഹുവിന്റെ മുമ്പിൽ കണക്ക് വരുമ്പോൾ ഹലാലായി ബോധിപ്പിക്കാൻ കഴിയണം. ഇതിനെക്കുറിച്ച് ചോദ്യം വരാതിരിക്കില്ല. 4ാമത്തെ സംഗതി, ലഭിച്ച പണം എങ്ങനെ ചെലവഴിച്ചു കണക്ക് കൊടുക്കണം. ലഭിച്ച പണം, അനന്തരാവകാശമായി ലഭിച്ച പറമ്പ്, ജോലി ചെയ്ത് കിട്ടിയ ശമ്പളം, ഏതെങ്കിലും സുഹൃത്തുക്കൾ തന്ന സമ്മാനം, അതൊക്കെ വരുമാനമായിരിക്കാം. എന്നാൽ അതെന്തിനു വേണ്ടി ചെലവഴിച്ചു? എന്റെ കാശ് എനിക്ക് ഇഷ്ടം പോലെ ചെലവഴിക്കാനുള്ളതാണെന്ന നയം ഇസ്ലാം സമ്മതിക്കില്ല, അള്ളാഹു അനുവദിക്കില്ല. അതിനൊക്കെ മാനവും മര്യാദയും പാലിക്കപ്പെടേണ്ടതുണ്ട്. എങ്ങനെയാണ് നിന്റെ പൈസ ചെലവഴിച്ചതെന്ന ചോദ്യത്തിന് മറുപടി പറയാതെ അള്ളാഹുവിന്റെ മുമ്പിൽ മഹ്ശറിൽ കാലനക്കാൻ കഴിയില്ല. 5ാമത്തെ സംഗതി, ഓരോരുത്തരുടെയും ശരീരം എന്തിനു വേണ്ടി ചെലവഴിച്ചു? നമുക്ക് അള്ളാഹു 2 കൈകൾ തന്നു, 2 പരുത്ത കാലുകൾ തന്നു, കണ്ണ് തന്നു, മൂക്ക് തന്നു, നാവ് തന്നു, ഓരോ അവയവങ്ങൾ തന്നു. ഈ ശരീരം മുഴുവൻ നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനാണ് അള്ളാഹു തന്നത്. പക്ഷേ എന്തിന് ചെലവഴിക്കുന്നു നാം? അശ്ലീലത്തിന്, സിനിമയ്ക്ക്, കക്കാനും ദൈവത്ത് പറയാനും വേണ്ടാത്തരത്തിനും ചെലവഴിക്കുന്ന മനുഷ്യ ഓർത്തുകൊള്ളണം, ഓരോ നിമിഷങ്ങളെ കുറിച്ചും റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. വീഡിയോഗ്രാഫർ എല്ലാ അർത്ഥത്തിലും നമ്മെ റെക്കോർഡ് ചെയ്യാൻ ഓഡിയോ ശബ്ദങ്ങൾ, വീഡിയോ ഫോട്ടോകൾ എല്ലാം പിടിച്ചെടുക്കപ്പെടുന്നുണ്ട്. ഒരു നാൾ മറുപടി പറയേണ്ട ഘട്ടം വരും. എന്തിനു നിന്റെ ശരീരം നീ ചെലവഴിച്ചു? അള്ളാഹുവിന്റെ മുമ്പിൽ ഈ 5 ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി കൊടുക്കാൻ കഴിയുമോ എന്ന് ഓർത്ത് ചിന്തിക്കേണ്ടവരാണ് നമ്മൾ. അതില്ലാതെ രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. പിന്നാരെ നിമിത്തങ്ങൾ പറയുകയാണ്. ഇമാം തിർമിദി ഉദ്ധരിച്ച മറ്റൊരു ഹദീസിൽ കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, മാ മിൻ അഹദിൻ യമൂതു ഇല്ലാ നദീം. മരിക്കുന്ന എല്ലാ മനുഷ്യന്മാരും ആഖിറത്തിലെത്തി വിചാരണയുടെ സമയത്ത് ഖേദിക്കും. എല്ലാവരും ഖേദിക്കും. തെമ്മാടികൾ ഖേദിക്കും, ഫാസിനീങ്ങൾ ഖേദിക്കും, സ്വാലിഹീങ്ങൾ ഖേദിക്കും. ഔലിയാക്കന്മാർ, വലിയ ഇബാദത്ത് ചെയ്തവർ, അവർക്കും അവരുടെ ജീവിതത്തെ കുറിച്ച് ഒരു ദുഃഖബോധം വരും. റസൂലുള്ളാഹി പറയുകയാണ്, മാ മിൻ അഹദിൻ യമൂതു ഇല്ലാ നദീം. മഹ്ശറിൽ അല്ലാഹുവിന്റെ മുമ്പിലെത്തിയ എല്ലാവരും ഒന്ന് ഖേദിക്കും. എന്താണ് കാര്യം? സഹാബത്ത് ചോദിച്ചു, വമാ നദാമത്തുഹു യാ റസൂലല്ലാഹ്, എങ്ങനെയാണ് നബിയെ എല്ലാവരും ഖേദിക്കുക? പുന്നാര നബി അവിടുന്ന് പറഞ്ഞു, ഇൻകാന മുഹ്സിനൻ നദിമ അല്ലാ യകൂന ഉസ്താദ്, അവൻ നല്ലവനാണെന്നിരിക്കട്ടെ. നാളെ മഹ്ശറിൽ വിചാരണയൊക്കെ ചെയ്തപ്പോൾ സ്വാലിഹായ അമലുകളാണ് കിതാബിൽ മുഴുവൻ ഉള്ളത്. എന്നാൽ അവൻ ഖേദിക്കും, വർദ്ധിപ്പിച്ചില്ലല്ലോ പടച്ചവനെ. 10 ലക്ഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ചൊല്ലിയ മൂമിനായ മനുഷ്യൻ അള്ളാഹുവിന്റെ മുമ്പിൽ കണക്ക് പരിശോധനക്ക് വന്നപ്പോൾ 10 ലക്ഷം ലാ ഇലാഹ ഇല്ലല്ലാഹുവിന് അപാരമായ അമൂല്യമായ പ്രതിഫലം കണക്ക് കൂട്ടിയിട്ടിരിക്കുന്നു പടച്ചവനെ. അപ്പോഴാണ് ചിന്തിക്കുക, പടച്ചവനെ ഞാൻ എത്ര സമയം വെറുതെ കളഞ്ഞു. എനിക്ക് ഈ 10 ലക്ഷം 20 ലക്ഷം ആക്കിയിരുന്നെങ്കിൽ എന്റെ ദറജ എത്ര ഉയരുമായിരുന്നു, അള്ളാഹുവിങ്കിൽ എന്റെ സ്ഥാനം എത്ര വളരുമായിരുന്നു. ഇബാദത്ത് ചെയ്ത നല്ല മനുഷ്യർ ഇത് വർദ്ധിപ്പിച്ചില്ലല്ലോ എന്ന നിലക്ക് ഖേദിക്കും.
പാപിയാണ്, തന്മാടിയാണ്, മോശപ്പെട്ടയാളാണെങ്കിൽ അവൻ ഖേദിക്കും. ഞാനിത് ചെയ്തു പോയല്ലോ, ഞാൻ അങ്ങനെ പറഞ്ഞു പോയല്ലോ. ചുരുക്കത്തിൽ രണ്ട് കൂട്ടരും ഖേദിക്കുന്ന ദിവസമാണ് മഹ്ശറന്റെ ശഫീഉനാ റസൂലുള്ളാഹി. ഇനിയും ചില രംഗങ്ങൾ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന ഭാഗങ്ങൾ നമ്മുടെ മനസ്സിനെ വല്ലാതെ ബേജാറാക്കുന്ന സംഗതി ഹദീസിൽ കാണാം. സഹീഹുൽ ബുഖാരി അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, നാളെ മഹ്ശറിൽ കോടാനുകോടി മനുഷ്യരിങ്ങനെ കൂടി നിൽക്കുന്ന സന്ദർഭത്തിൽ ലയഅ്തിർ റജുലുൽ അളീമുസ് സമീനു യൗമൽ ഖിയാമ ലാ യസിനു ഇൻദല്ലാഹി ജനാഹ ബഉദാ. ഇന്നാ ലില്ലാഹ്. ഓരോ ദിവസവും കരഞ്ഞു പോകുന്ന അവസ്ഥയാണ്. നല്ല മേക്കപ്പ് ചെയ്ത്, നല്ല ഡ്രസ്സ് ധരിച്ച്, ഇൻസൈഡ് ആക്കിയിരിക്കുന്നു, ഏറ്റവും മോഡേൺ ശൈലിയിൽ പേൻസ് തുന്നിച്ചിരിക്കുന്നു, നന്നായി ടൈ കെട്ടിയിരിക്കുന്നു, താടി ക്ലീൻ ഷേവ് ആക്കി വെച്ചിരിക്കുന്നു, മുടി ഏറ്റവും നല്ല കട്ടിങ് സ്പെഷ്യൽ, ഏറ്റവും നല്ല പുതിയ ഫാഷൻ. അങ്ങനെ കാണാൻ എന്തൊരു ഡീസന്റ് കുറെ മനുഷ്യന്മാർ നാളെ പരലോകത്ത്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, കണ്ടാൽ എന്തൊരു അഴക്, എന്തൊരു പേഴ്സണാലിറ്റി, ഡീസന്റ് ജെന്റിൽമാൻ. ആളുകൾ കണ്ടാൽ പറയും എന്തൊരു ഭംഗി. അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ നമ്മൾ പത്രത്തിലൊക്കെ ഫോട്ടോ കാണുമ്പോൾ സുന്ദരനാണ്, മനോഹരമായ മുഖമാണ്. MCR മുതൽ മോഹൻലാൽ വരെ എണ്ണിക്കോ, കാണാൻ അഴകുള്ള. റസൂലുള്ളാഹി പറയുകയാണ്, ലയൽഖിർ റജുലുൽ അളീമുസ് സമീനു യൗമൽ ഖിയാമ. തടിച്ച് കൊഴുത്ത, കാണാൻ അഴകുള്ള, ഗാംഭീര്യമുള്ള, പേഴ്സണാലിറ്റിയുള്ള കുറെ ആളുകളതാ പരലോകത്ത് നയിക്കപ്പെടുന്നു. ലാ യസിനു ഇൻദല്ലാഹി ജനാഹ ബഊദാ. അല്ലാഹുവിന്റെ മുമ്പിൽ ഒരു കൊതുകിന്റെ ചിറകിന്റെ വില പോലും കൽപ്പിക്കപ്പെടാതെ പുറന്തള്ളപ്പെടുമെന്ന് റസൂലുള്ളാഹി. ഒരു ചിറകിന്റെ വില, ഒരു കൊതുകിന്റെ ചിറകിന്റെ വില പോലും ഇല്ലാതെ നരകത്തിലേക്ക് തട്ടി മാറ്റപ്പെടുകയാണ്. നഊദുബില്ലാഹ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഈ ഹദീസ് കേട്ടിട്ട് സഹാബാക്കളൊക്കെ ബേജാറായി. നല്ല ഡ്രസ്സൊക്കെ ധരിച്ചവരാകെ പേടിച്ചു പോയി. പഠിച്ചവനെ, എനിക്കൊക്കെ ബാധിക്കുമോ? നല്ല ഡ്രസ്സ് ധരിക്കുന്നത് കൊണ്ടല്ല ഈ കുഴപ്പം വരുന്നത്. ഈ ഡ്രസ്സും വൃത്തിയും നീറ്റ്നെസ്സും ഒക്കെ നല്ലതാ. അതിനനുസരിച്ച് ഇബാദത്ത് ഇല്ലാതെ പോയാൽ, അതിനനുസരിച്ച് ഈമാൻ ഇല്ലാതെ പോയാൽ ഒരു പേഴ്സണാലിറ്റിയും അവിടെ രക്ഷിക്കുകയില്ല. എന്റെ പണം വെറുതെ ആയിപ്പോയി, എല്ലാം മിഥ്യയായി പോയി, എന്റെ അധികാരങ്ങൾ വിനഷ്ടമായി പോയി, അതൊന്നും എന്നെ സഹായിക്കാൻ ഉപയുക്തമായില്ല എന്ന് വിലപിക്കുന്ന ദിവസം ഒന്നുകൂടി കേൾക്ക്. തടിച്ചു കൊഴുത്ത സൗന്ദര്യവാന്മാർ എത്രയെത്ര ആളുകൾ അള്ളാഹുവിന്റെ മുമ്പിൽ തീരെ വിലയില്ലാതെ നരകത്തിലേക്ക് തള്ളപ്പെടുന്നു എന്ന് റസൂലുള്ളാഹി അവിടുന്ന് പറഞ്ഞ ഹദീസ് നമ്മൾ ചിലപ്പോഴൊക്കെ കാണലില്ലേ മുഅ്മിനീങ്ങളെ? ഈമാനിന്റെ വേഷം ധരിച്ച പണ്ഡിതന്മാർ നല്ല തലപ്പാവും താടിയും ഒക്കെ വെച്ചിരിക്കും. അവരൊരു പഴയ ഷർട്ട് തുന്നിച്ചിരിക്കും. അവരാ തലക്കെട്ടും അവരുടെ ആ പഴയ സ്വഭാവത്തിലും നടക്കും. വേണമെങ്കിൽ ഒരു കൊടയും ചൂടിയിട്ടുണ്ടാകും. താഴോട്ട് തന്നെ നോക്കിയിട്ടായിരിക്കും പോകുന്നത്. പുതിയ രൂപത്തിലൊന്നും അവരൊന്നും ചെയ്തിട്ടില്ല. നാം പറയും അവർ പഴഞ്ചൻ, നേരം വെളുക്കാത്തവർ, ലോകം തിരിയാത്തവർ, യാഥാസ്ഥിതികവാദികൾ. എന്നാൽ കേട്ടോ, ഇവരൊക്കെ നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ ഈമാൻ പരിശുദ്ധമാണ്, കർമ്മം പരിശുദ്ധമാണ്, അള്ളാഹുവിന്റെ അത്യുന്നത പദവിയിലേക്ക് ആനയിക്കപ്പെടുമ്പോൾ നല്ല ടൈ കെട്ടി ഇൻസൈഡാക്കി പാന്റും കോട്ടും ടൈമും വെച്ച് നടക്കുന്ന മനുഷ്യ അള്ളാഹുവിന്റെ മുമ്പിൽ ഒരു ചിറകിന്റെ വില പോലും, ഒരു കൊതുകിന്റെ ചിറകിന്റെ വില പോലും ഇല്ലാതെ പാതാളത്തിലേക്ക്, നരകത്തിലേക്ക് തള്ളപ്പെടുന്ന അവസ്ഥ ഓർക്കാൻ വയ്യ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതേ റസൂലുള്ളാഹി പറയുകയാണ്, നാളെ പരലോകത്തും ഇന്ന് ദുനിയാവിലും ശരിയാണ്. എത്രയെത്ര മനുഷ്യന്മാർ മുടിയെല്ലാം ചെടകുത്തി, വസ്ത്രമെല്ലാം അഴുക്ക് പെരണ്ട്, ചിലപ്പോ കണ്ടം വെച്ച കുപ്പായമായിരിക്കും അവർ ധരിച്ചത്, നെരിയാണിയുടെ മുകളിലേക്ക് കൊടുത്ത് കയറ്റിവെച്ച തുണിയായിരിക്കും. മുഖത്തെ നെറ്റത്തേക്ക് നോക്കിയാൽ സുജൂദിന്റെ ഒരു കലയുടെ പേരിൽ കറുത്ത ഭാഗങ്ങൾ, വലിയ ഒരു താടി, ഒരു തലപ്പാവ്, കണ്ടാൽ അത്ര പ്രൗഢിയില്ല, ആളുകളുടെ ദൃഷ്ടിയിൽ വിലമതിക്കപ്പെടുന്നില്ല. പൊടി പരണ്ട്, മുടി ചെടകുത്തി, കാണാൻ അഴകില്ല. ഭൗതിക സ്ഥാനമാനങ്ങൾ ലംഘിക്കപ്പെടുന്നവർ, ഭൗതികമായ വാതിലുകൾ അവർക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്നില്ല. ഏതോ ഒരു ഫഖീർ, ഏതോ ഒരു സൂഫി, ഏതോ ഒരു സാധു സുന്നി എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ മാറ്റുകയാണ്. പക്ഷേ അള്ളാഹുവിന്റെ മുമ്പിൽ അവരെത്തിപ്പെട്ട് ഒരു വാക്കെങ്ങാനും അവരുടെ നാവിൽ നിന്ന് വീണുപോയാൽ അള്ളാഹു അത് സാക്ഷാത്കരിച്ചു കൊടുക്കുമെന്ന് റസൂലുള്ളാഹി.
അവരല്ലാഹുവിങ്കിൽ വിലയുള്ളവരാണ്, അവരല്ലാഹുവിന്റെ മുമ്പിൽ ഏറ്റവും വലിയ മഹാന്മാരാണ്. അപ്പൊ ഭൗതികമായ പ്രൗഢിയല്ല, ജാടകളല്ല, ഭൗതികമായ സ്ഥാനമാനങ്ങളല്ല. ഈമാനും ഇബാദത്തും അമലു സ്വാലിഹാത്തും ഉണ്ടോ അവിടെ വേഷമല്ല വലുത്. ഈമാനിന്റെ അനുസരിച്ച വേഷം, അത് പഴഞ്ചനെന്ന് ലോകം മുദ്രകുത്തിയാലും മുഅ്മിനീങ്ങളെ ഏറ്റവും പരിഷ്കരിച്ച വേഷം അതാണ്. അഷ്റഫുൽ ഖൽഖി ത്വാഹ റസൂലുള്ളാഹി നമുക്ക് പകർന്നു തന്ന സ്വഭാവം. അപ്പോൾ നമ്മൾ ദുനിയാവിൽ കൊടുക്കുന്ന വെയിറ്റ് ഒന്നും ആഖിറത്തിൽ കാണുകയില്ലെന്നർത്ഥം. വലിയ കാറ്, വിദേശ നിർമ്മിത കാറിൽ വലിയ ഫ്രെയിമും വെച്ച് ഇങ്ങോട്ട് ഇറങ്ങിയിരിക്കുന്ന തടിമാടൻ കുമ്പയുണ്ട്, വിലപിടിച്ച വസ്ത്രം, നമ്മൾ അതിന് വലിയ മാർക്കറ്റ് കൊടുക്കും. റസൂലുള്ളാഹി പറയാ എത്ര എത്ര എണ്ണം വരും അങ്ങനത്തെ ആൾക്കാർ. ലാ യസിനു ഇൻദല്ലാഹി ജനാഹ ബഊള, ഒരു കൊതുകിന്റെ ചിറകിന്റെ വില പോലും ഇല്ലാത്ത അവസ്ഥ. സുബ്ഹാനല്ലാഹ്. നാളെ മഹ്ശറിലെ ഭയാനകത അല്ലാഹുവിന്റെ റസൂൽ എത്രയോ പറഞ്ഞിട്ടുണ്ട്. ഓരോരുത്തരെയും വിചാരണ ചെയ്യുന്ന ഘട്ടം ഞാൻ ഇന്നലെ ഓർമ്മിപ്പിച്ചു, ഇനി ആവർത്തിക്കുന്നില്ല. അല്ലാഹുവിന്റെ മുമ്പിൽ അടിമകൾ വിചാരണക്കെടുക്കുമ്പോ ഒരു ചിരിക്കാൻ വകയുള്ള സംഭവം ഉണ്ടാകുന്നു. അഷ്റഫുൽ ഖൽഖി ത്വാഹ റസൂലുള്ളാഹി അവിടുന്ന് ചിരിച്ചുപോയി. സഹീഹ് മുസ്ലിമിൽ കാണാം, മഹാനായ റസൂലുള്ളാഹി പറയുകയാണ്, അനസ് റളിയല്ലാഹു അൻഹു എന്ന സഖാവ്, പുന്നാര നബിയുടെ പ്രിയപ്പെട്ട സഹാബി റളിയല്ലാഹു അൻഹു, അവര് പറയുകയാണ്, ഞങ്ങൾ ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുകയാ, ഞങ്ങൾ ഒന്നിച്ചുണ്ട്. പെട്ടെന്ന് അവിടുന്ന് ചിരിച്ചുപോയി. സദസ്സിലിരിക്കുന്ന റസൂലുള്ളാഹി പെട്ടെന്നൊന്ന് ചിരിച്ചുപോയി. സഹാബത്ത് ആശ്ചര്യത്തോടുകൂടി അവിടുത്തെ മുഖത്തേക്ക് നോക്കി. നബി തങ്ങൾ ചോദിച്ചു, ഹൽ തദറൂന മിമ്മാ ലഹക്, ഞാൻ എന്തേ ചിരിച്ചു പോയതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഞാനങ്ങ് ചിരിച്ചുപോയി, ഓർത്ത് ചിരിച്ചതാ. മഹ്ശറിലെ കാര്യം ആലോചിച്ച് ഓർത്ത്. നബിക്ക് ചിരിക്കാം, നമുക്ക് ചിരിക്കാൻ ഒക്കുവോ? കാരണം പ്രതിക്കൂട്ടിൽ നമ്മളായി പോകുമോ എന്ന് ഭയപ്പെടേണ്ട ആളല്ലേ. പുന്നാര നബിക്കുണ്ട് എല്ലാം കീഴടക്കി കൊടുത്തില്ലേ അല്ലാഹു തആല. ലിയഗ്ഫിറ ലക അല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ, എല്ലാം അല്ലാഹു തആല വിട്ടുകൊടുത്ത ആളാ. എല്ലാം അല്ലാഹു അംഗീകരിച്ചില്ലേ പുന്നാര നബിയിൽ നിന്ന്. ആ നബി തങ്ങൾ മഹ്ശറിലെ ഒരു ഘട്ടത്തെ കുറിച്ച് ഇങ്ങനെ ഒറ്റയ്ക്ക് വിഭാവന ചെയ്തപ്പോൾ അങ്ങ് ചിരിച്ചുപോയി. പുന്നാര നബി പറയുകയാണ്, എന്തിനാ ഞാൻ ചിരിച്ചത് നിങ്ങൾക്ക് മനസ്സിലായോ? സഹാബത്ത് പറഞ്ഞു, ഇല്ല. അല്ലാഹു വറസൂലുഹു ആലം. അവിടുന്ന് പറഞ്ഞു, നാളെ മഹ്ശറിൽ അല്ലാഹു വിചാരണ നടത്തുമ്പോ അല്ലാഹുവിന്റെ ഒരു അടിമ അല്ലാഹുവിനോട് പറയുന്ന തർക്കം, അത് ഞാനിങ്ങനെ ആലോചിച്ചു പോയി. അതെ, തർക്കിക്കും. ഞാൻ പറഞ്ഞില്ലേ, മഹ്ശറിലെ വിചാരണ 3 ഘട്ടങ്ങളാണ്. 1ഉം 2ഉം ഘട്ടങ്ങളിൽ അല്ലാഹുവിനോട് സംസാരിക്കാം, അല്ലാഹുവിനോട് കുറെയൊക്കെ വാദിക്കാം, അങ്ങനെയല്ല ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു നോക്കാം. 3ാമത്തെ ഘട്ടത്തിൽ ഒന്നും മിണ്ടാൻ പറ്റില്ല. എന്നാൽ ഈ ആദ്യ ഘട്ടത്തിൽ ഒരു അടിമ അല്ലാഹുവിനോട് തർക്കിക്കുകയാണ്. എന്താ തർക്കിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറയുന്നു, യാ റബ്ബി അലം തുജിർനി മിനൽ ദുൽം. മഹ്ശറിലെ നോക്കിങ്ങൾ മനുഷ്യന്മാരെ സ്വഭാവം. ഇന്നൽ ഇൻസാന ലകഫൂർ, മനുഷ്യൻ വല്ലാത്ത ധിക്കാരിയാണ്. ഹസീമും മുബീൻ, വല്ലാത്ത തർക്കിക്കുന്നവനാണ് മനുഷ്യൻ. അള്ളാന്റെ മുമ്പിലായി തർക്കിക്കുന്നത് മഹ്ശറിൽ. എന്താ തർക്കിക്കുന്നത്? അലം തുജിർനി മിനൽ ദുൽം, അല്ലാഹുവേ ഇവിടെ അന്യായം ഉണ്ടാവുകയില്ലെന്ന് നീ ഉറപ്പ് തന്നിട്ടില്ലേ? ഇവിടെ അന്യായം ഉണ്ടാകാൻ പാടുണ്ടോ പടച്ചോനെ? അല്ലാഹു പറയും, അതെ ഉണ്ടാകാൻ പാടില്ല. എന്താ കാര്യം? ബല എന്നാൽ ഞാൻ അത് ചെയ്തു, ഞാൻ ഇത് ചെയ്തു എന്നൊക്കെ നീ പറഞ്ഞു. നിന്റെ കിതാബ് അഥവാ നിന്റെ മലക്കുകൾ രേഖപ്പെടുത്തിയ രേഖയും പറയുന്നുണ്ട്. അതൊക്കെ ശരിയാ. മനുഷ്യന്മാരെ അവസ്ഥ. പക്ഷെ അള്ളാന്റെ മുമ്പിൽ ഇത്തരം വാദം പറഞ്ഞിട്ട് രക്ഷപ്പെടാൻ ഒക്കുവോ? അതിനൊക്കെ അപ്പുറത്ത് അള്ളാഹു സംവിധാനം വേറെ കണ്ടിട്ടുണ്ടോ? രക്ഷപ്പെടാൻ കഴിയില്ല. അള്ളാഹുവേ നിന്റെ മലക്കുകൾ എഴുതിയത് പോരാ, നിന്റെ നന്മ തിന്മകൾ എഴുതിയ റെക്കോർഡ് പുസ്തകവും പോരാ. എന്നെ പറ്റി പറയാൻ എന്നിൽ നിന്ന് തന്നെ ഒരു തെളിവ് വേണം. അതിനൊരു സാക്ഷി കൊണ്ടുവരാനുണ്ടെങ്കിൽ അതേ ഞാൻ സമ്മതിക്കൂ. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമയോട് പറയുന്നു, കഫാ ബിനഫ്സിക അൽയൗമ അലൈക ഷഹീദാ വബിൽ കിറാമിൽ കാതിബീന ശുഹൂദാ. ഓഹോ, അങ്ങനെയാണല്ലോ മനുഷ്യ, നിനക്ക് നിന്റെ ശരീരത്തിൽ നിന്ന് തന്നെ സാക്ഷികളെ വേണമല്ലേ? എന്നാൽ ശരി, അങ്ങനെ ആകട്ടെ. കിറാമുൽ കാതിബീൻ, വിശ്വസ്തരായ ഞാൻ ഏൽപ്പിച്ച മലക്കുകൾ എഴുതിയതൊന്നും പോരെങ്കിൽ നിന്റെ ശരീരത്തിൽ നിന്ന് തന്നെ ഞാൻ സാക്ഷിയെ കൊണ്ടുവരാം എന്ന് അല്ലാഹു കൽപ്പിക്കുന്നു. ഉടനെ തന്നെ മിണ്ടാൻ വയ്യ, വായിക്ക് ചീല് വെച്ചു, ചുണ്ടനക്കാൻ വയ്യ, നാവ് ഉയർത്താൻ വയ്യ, മിണ്ടാൻ കേൾപ്പില്ല. അതുവരെ തർക്കിച്ച മനുഷ്യൻ അതോടുകൂടി നാവിന് ചീല് വെച്ചു, വായി അടച്ചുപൂട്ടി. എന്നിട്ട് അല്ലാഹു തആല അവയവങ്ങളോട് പറയുന്നു, കയ്യിനോട് പറയുന്നു, നാവിനോട് പറയുന്നു, കാലിനോട് പറയുന്നു, സംസാരിക്കൂ. നിന്റെ ഈ മനുഷ്യനെ കുറിച്ച് കയ്യേ പറയുക, കാലേ പറയുക, നാവേ പറയുക, നിന്റെ ഈ മനുഷ്യൻ എങ്ങനെയൊക്കെയാ ജീവിച്ചത്. അപ്പോഴതാ കൈകൾ സംസാരിക്കുന്നു, കാലുകൾ സംസാരിക്കുന്നു, ഹൃദയം സംസാരിക്കുന്നു, വയറ് സംസാരിക്കുന്നു,
കഴിയും അവയവം അങ്ങോട്ട് പറയാൻ തുടങ്ങി. കൃത്യം മിന്നാലിന്റെ ദിവസം മിന്നാലിന്റെ തീയതിക്ക് എന്നെ കൊണ്ട് ഹറാമ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഇവൻ. അങ്ങനെ അവനവൻ നട്ട് പിടിപ്പിച്ച് പോറ്റി വളർത്തിയ ഒരു പരിക്ക് പറ്റുന്നതിൽ നിന്ന് തടുത്ത്, കൊഴുത്ത ഭക്ഷണങ്ങൾ കഴിച്ച് എല്ലാ ബാക്ടീരിയകളെയും തടുത്ത് ആരോഗ്യത്തോടുകൂടി പരിരക്ഷിച്ച ഈ ശരീരം നമുക്കെതിരായി തിരിയുന്ന ദിവസമാണ് മഹ്ശർ. അത് നമുക്കെതിരായി സാക്ഷി നിൽക്കുന്ന ഘട്ടം. അങ്ങനെ ഓരോ അവയവങ്ങളും അവനെതിരായെന്ന് സാക്ഷി നിൽക്കാൻ തുടങ്ങുന്നു. നാവിന് മിണ്ടാൻ കഴിയുന്നില്ല. അവന് മിണ്ടാൻ പറ്റുന്നില്ല. അവന്റെ കാലും കയ്യും നാക്കും തലയും പള്ളയും മൂക്കും സംസാരിക്കാൻ തുടങ്ങുന്നു. അപ്പോഴാണ് മനുഷ്യൻ നിരകിക്കുന്നത്. വണ്ടിയും വലയും ആയല്ലോ, മൂലയിലിട്ട മഴുവാണല്ലോ കാലിൽ കൊണ്ടുവന്ന് വെച്ചത്. പടച്ചവനോട് ഇങ്ങനെയൊക്കെ ചോദിച്ച് ബുദ്ധിമുട്ടാക്കിയത് കൊണ്ട് ഇപ്പൊ എന്റെ അവയവങ്ങൾ എനിക്ക് എതിരിൽ തിരിയുന്നല്ലോ, അഹോ കഷ്ടം. ഉടനെ തന്നെ ആ മനുഷ്യന് പിന്നെ അല്ലാഹു തആല സംസാരിക്കാൻ കഴിവ് കൊടുക്കുന്നു. അപ്പോഴാണ് സ്വന്തം അവയവങ്ങളോട് പറയുന്നത്, എന്റെ അവയവമേ, എന്റെ ശരീരമേ, ഈ ശരീരത്തെ കൊഴുപ്പ് കൂട്ടാനായിരുന്നല്ലോ ഞാൻ ഈ ദുനിയാവിൽ കഷ്ടപ്പെട്ടിരുന്നത്. ഇവിടുന്ന് കാല് മാറിയല്ലോടോ, കയ്യേ കാലേ മൂക്കേ. ഈ അവയവങ്ങൾക്ക് വേണ്ടിയായിരുന്നില്ലേ ഞാൻ ഹറാമ് കക്കാൻ പോയത്? എന്റെ ഈ മുഖം ഭംഗിയാവാൻ വേണ്ടിയല്ലേ ഞാൻ ഹറാമ് ചെയ്തത്? ഇപ്പോഴീ മുഖം തന്നെ എനിക്കെതിരായി സാക്ഷി നിന്നല്ലോ. എന്തൊരു ശരീരമാണ് നീ എന്ന് അവനവനെ സ്വയം കുറ്റപ്പെടുത്തുന്ന ദിവസം വരുമെന്ന് പരിശുദ്ധ ഖുർആനിൽ അതിന്റെ സാക്ഷ്യത പറയുന്നു. പരിശുദ്ധ ഖുർആനിൽ അതിന്റെ സാക്ഷ്യത പറയുന്നു. സൂറത്ത് യാസീൻ, അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. മനുഷ്യർ ചെയ്ത കർമ്മങ്ങൾക്ക് സാക്ഷി നിൽക്കാൻ കാലുകൾ സാക്ഷി നിൽക്കുന്നു, അവരുടെ കൈകൾ നമ്മോട് സംസാരിക്കുന്നു, അവരുടെ വായുകൾക്ക് നാം സീൽ ചെയ്യുന്നു. മിണ്ടാൻ പറ്റാത്ത അവസ്ഥ, അനങ്ങാൻ പറ്റാത്ത അവസ്ഥ. സൂറത്തുൻ നൂറിൽ അല്ലാഹു പറയുന്നു, യൗമ തശ്ഹദു അലൈഹിം അൽസിനതുഹും വഅയ്ദീഹിം വഅർജുലുഹും ബിമാ കാനൂ യഅമലൂൻ. അവരുടെ നാവുകൾ സാക്ഷിയാകുന്നു, അവരുടെ കൈകൾ സാക്ഷിയായി വരുന്നു, അവരുടെ കാലുകൾ സാക്ഷിയായി വരുന്നു. അവരുടെ കർമ്മങ്ങൾ ഞാൻ ചെയ്തത് ഇന്നതാണെന്ന് കാലങ്ങൾ സംസാരിക്കുകയാ, കൈ സംസാരിക്കുകയാ. എടോ, സംശയമുണ്ടോ? ഈ നാവിൻ തുമ്പിലൂടെ അക്ഷരങ്ങളെ പുറപ്പെടുവിപ്പിക്കാൻ കഴിവ് തന്ന അള്ളാഹുവിന് കൈ തുമ്പിനോട് സംസാരിപ്പിക്കാൻ എന്ത് പ്രയാസം? ചെറിയ ഒരു ഇലക്ട്രിക് കമ്പിയെ കൊണ്ട് ഇക്കാണുന്ന പ്രസംഗം മുഴുവൻ നടത്താൻ നമ്മൾ പഠിച്ചില്ലേ? റേഡിയോ കണ്ടുപിടിച്ച നമുക്ക്, ടേപ്പ് റെക്കോർഡർ കണ്ടുപിടിച്ച നമുക്ക്, നാനോ ടെക്നോളജി പ്രകാരം അബ്രപാളികൾ കണ്ടുപിടിച്ച് മുഴുവൻ പറയാൻ ഒരു ചെറിയ കഷ്ണം മതിയത്രേ. ഈ കണ്ടുപിടുത്തങ്ങളുള്ള ലോകത്ത് നമുക്കിതിനെന്താ സംശയം? അവരുടെ കൈകൾ സംസാരിക്കുന്നു, കാലുകൾ സംസാരിക്കുന്നു. ഷഹിദ അലൈഹിം സമഉഹും വഅബ്സാറുഹും. അവരുടെ കാതും അവരുടെ കണ്ണും അവർക്ക് സാക്ഷി നിൽക്കുന്നു. വജുലൂദുഹും. അവരുടെ ചർമ്മങ്ങളും. ചർമ്മങ്ങൾ, ഈ ചർമ്മം കൊണ്ട് സംസാരിപ്പിക്കുന്ന ഒരു ദിവസം വരും. അവിടെ വെച്ച് ബിമാ കാനൂ യഅമലൂൻ സൂറത്തു സജദയിൽ കാണാം. വശഹിദ അലൈഹിം സമഉഹും വഅബ്സാറുഹും വജുലൂദുഹും ബിമാ കാനൂ യഅമലൂൻ. ത്വക്ക് ഭാഗങ്ങൾ സംസാരിക്കുന്നു, ചർമ്മങ്ങൾ സംസാരിക്കുന്നു. അവിടെ ഹറാമിനെ തൊട്ടുരുമിയവൻ, സിനിമാ തിയേറ്ററിൽ കിടന്ന് തോന്നിവാസത്തിന് നടന്നവൻ കയ്യും കാലും വെള്ളം പോലെ സംസാരിക്കുന്ന കാലമാണ്. അപ്പോഴാണ് സ്വന്തം ചർമ്മങ്ങളോട് ചോദിക്കുന്നു. വില പിടിച്ച സോപ്പ് തേച്ച് മണിക്കൂറുകളോളം അഴുക്കി കഴുകി എത്രയോ പൂജിച്ചു കൊണ്ടു നടന്ന ഈ ശരീരത്തോട് നമ്മൾ ചോദിക്കേണ്ടി വരുന്നു. വഖാലൂ ലിജുലൂദിഹിം. സ്വന്തം ചർമ്മങ്ങളോട്, ശരീരത്തോട് മനുഷ്യർ ചോദിക്കുകയാണ്, ലിമ ശഹിദ്തും അലൈനാ. എന്തിനാണ് എനിക്ക് എതിരായി നീ സാക്ഷി നിന്നത്? ഞാൻ നിന്നെ കൊണ്ട് നടന്ന് ഓമനിച്ച് ലാളിച്ച് കൊണ്ടുവന്നില്ലേ? സോപ്പിട്ട് കഴുകി വളരെയധികം മിനുക്കിക്കൊണ്ട് നടന്നു, എണ്ണ തേച്ചു, ഷാമ്പൂ തേച്ചു. അങ്ങനെ മിനുക്കിക്കൊണ്ട് നടന്ന നാവും മൂക്കും കയ്യും കാലും നമുക്കെതിരിൽ നിൽക്കുമ്പോ ശരീരത്തോട് ചോദിക്കുകയാണ്. അവയവത്തിന് കഴിവ് കിട്ടുന്ന സമയത്ത് നാവിന് കഴിവ് തിരിച്ചു കിട്ടുമ്പോ ചോദിക്കുക, ലിമ ശഹിദ്തും അലൈനാ. നിങ്ങൾക്ക് എങ്ങനെ സംസാരിക്കാൻ കഴിഞ്ഞു കയ്യേ കാലേ? അപ്പോഴതാ വഖാലൂ. കണ്ണും കാതും കൽബും ചർമ്മവും ഒക്കെ സംസാരിക്കുന്നു. അന്തഖനല്ലാഹുല്ലദീ അന്തഖ കുല്ലി ശൈഇൻ. എല്ലാ സാധനങ്ങളെയും സംസാരിപ്പിക്കുന്ന അല്ലാഹു ഞങ്ങളെയും സംസാരിപ്പിച്ചിരിക്കുന്നു. അന്തഖ കുല്ലി ശൈഇൻ. എല്ലാറ്റിനെയും അല്ലാഹു അല്ലേ സംസാരിപ്പിച്ചവൻ.
നാവിന് സംസാരശേഷി കൊടുത്തത് അള്ളാഹു ആണെങ്കിൽ അതേ അള്ളാഹു ഞങ്ങളെ കൊണ്ടും സംസാരിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് വിലപിക്കുമ്പോ പരിഭവിക്കുമ്പം രക്ഷപ്പെടാൻ കോലമില്ല. അപ്പം വിചാരണയുടെ ഒരു രൂപമാണ് ഈ പറഞ്ഞത്. നേരിട്ട് ചോദ്യവും ഉത്തരവൊന്നും പോരാ എന്ന് തോന്നിയപ്പോൾ അവയവങ്ങളെ കൊണ്ട് തന്നെ സാക്ഷിയായി രംഗത്തേക്ക് ഇറക്കി. നേരത്തെ പറഞ്ഞിട്ടുണ്ട്, സാക്ഷികൾ ഓരോ പള്ളികൾ സാക്ഷി നിൽക്കും, ദിക്ർ ചൊല്ലിയ സ്ഥലങ്ങൾ സാക്ഷി നിൽക്കും, ഇബാദത്ത് ചൊല്ലിയ ഭൂമി സാക്ഷി നിൽക്കും, ഹറാം ചെയ്ത സ്ഥലം, ഭൂമിയിലെ ഏത് സ്ഥലമുണ്ടോ ആ സ്ഥലം അള്ളാഹുവിന്റെ മുമ്പിൽ സാക്ഷി പറയും. എന്ന് നേരത്തെ നാം വിലയിരുത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരു ഭാഗം അങ്ങനെയാണ്. ഇനിയും പോരാ, നീതി ഉറപ്പുവരുത്തണം. അള്ളാഹു ക്രൂരനല്ല, അള്ളാഹു അനാവശ്യമായി അടിമകളെ വേദനിപ്പിക്കുന്നവനല്ല. ന്യായത്തിന് ന്യായം, സത്യത്തിന് സത്യം, അസത്യമായി ഒരു ശിക്ഷയും നടക്കാൻ പാടില്ല. ഇത് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും വേണം. അതിന് അള്ളാഹുവിന്റെ അടുത്ത പരിപാടി എന്താണ്? നന്മയും തിന്മയും ഒക്കെ ഒന്ന് കണ്ടറിയാൻ ഒരു തൂക്കാൻ ഒരു തുലാസും. ونضع الموازين القسط ليوم القيامة فلا تظلم نفس شيئا وإن كان مثقال حبة من خردل أتينا بها وكفى بنا حاسبين. ഒരു അണുവിന്റെ തൂക്കം, ഒരു എള്ളുമണിയുടെ തൂക്കമാണോ കർമ്മങ്ങൾ കൊണ്ടുവന്നത്, അത് അവന് കിട്ടണം. നന്മയാണെങ്കിൽ നന്മയായി അവന് പ്രതിഫലം കിട്ടണം, തിന്മയാണെങ്കിൽ അതിനുള്ള ശിക്ഷയും കിട്ടണം. അന്യായമായി ഒരു വിചാരണ ഇവിടെ നടക്കുകയില്ല. എന്റെ അടിമകളെ ഞാൻ ഒരിക്കലും ഒരു നിലക്കും ദ്രോഹിക്കുകയില്ലെന്ന് ഖാലല്ലാഹു അസ്സ വജൽ. ആ നന്മത്തിന്മകൾ വിലയിരുത്താൻ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. നന്മത്തിന്മകൾ തൂക്കുന്നത് എന്തിനാണ്? അള്ളാഹുവിനെ വിലയിരുത്താൻ തൂക്കിയിട്ട് വേണോ? തുലാസ് വെക്കണോ? കട്ടി വെക്കണോ? എന്തിനാ അള്ളാഹുവിന് ഇതൊക്കെ അറിയാം? തുലാസ് ബുദ്ധിയില്ലാതെ പറയരുത്. അള്ളാഹുവിനെ അറിയാനല്ല ഈ തുലാസ് വെക്കുന്നത്, അടിമക്ക് ബോധ്യപ്പെടാനാണ്. അടിമക്ക് തിരിയണം. നമുക്കറിയില്ലേ, കോടതിയിൽ ഒരു കേസ് വാദം നടന്നാൽ ദിവസങ്ങളോളമുള്ള വാദം, പ്രതികളും സാക്ഷികളും വക്കീലന്മാരും കൂടി ജഡ്ജിന്റെ മുമ്പിൽ കുറെ ദിവസങ്ങൾ ചർച്ച ചെയ്യും, വാദിക്കും. അവസാനം ജഡ്ജി ഒരു തീരുമാനം പറയും. പ്രതി തെറ്റുകാരനാണ്, ഇത്രാം നമ്പർ ശിക്ഷ പ്രകാരം 6 മാസം ജയിലിൽ കിടക്കേണ്ടവനാണ് എന്ന് മാത്രമാണോ ജഡ്ജി പറയുക? അല്ല. ആവശ്യമാണെങ്കിൽ അത് മാത്രം പറഞ്ഞാൽ പോരെ, പോയി ജയിലിൽ കിടന്നോളൂലേ. പക്ഷെ നിയമപ്രകാരം ഇന്ന തെറ്റവൻ ചെയ്തിട്ടുണ്ടെന്ന് ബോധ്യപ്പെടുത്തും. അവൻ ചെയ്ത തെറ്റിന്റെ സ്വഭാവം ജഡ്ജി വിലയിരുത്തിയിരിക്കും. ജഡ്ജ്മെന്റിന്റെ പേപ്പർ ചിലതൊക്കെ 10,000 10,000 പേജ് ഉണ്ടാവരുണ്ട്. ജഡ്ജിമാർ എഴുതി ഉണ്ടാക്കുകയാണ് ഇവൻ ചെയ്ത തെറ്റും കെട്ട് ബോധ്യപ്പെടുത്താൻ. എന്ന് മാത്രമല്ല, വധശിക്ഷയൊക്കെയാണ് കോടതിയിൽ വരുന്നതെങ്കിൽ അവനോട് ചോദിക്കും, ഇതാ നീ ഇന്ന രൂപത്തിൽ ഇന്ന തെറ്റുകൾ ചെയ്തിരിക്കുന്നു എന്ന് ഞങ്ങൾക്ക് തെളിഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് നിനക്ക് ഇന്ത്യൻ നിയമപ്രകാരം ഇന്ന ശിക്ഷ ഞങ്ങൾ തീരുമാനിക്കുന്നു, വല്ലതും പറയാനുണ്ടോ? ഇത് നമ്മുടെ ഇന്ത്യൻ കോടതിയിലൊക്കെ കാണുന്നതല്ലേ. ഇതെന്തിനാണ്? ഈ കുറ്റവാളിക്ക് ബോധ്യപ്പെടണം, ഞാൻ ചെയ്ത തെറ്റിന് പരമാവധി ശിക്ഷ മാനമായി തന്നതാണ്, അന്യായമായിട്ടൊന്നും നടക്കുന്നില്ലെന്ന് തോന്നാനാണ് ജഡ്ജിമാർ ഈ രൂപത്തിൽ ഇത്രയും പേജ് എഴുതി വായിക്കുന്നത്. വിലയില്ലാത്ത സമയം, വിലയുള്ള സമയം ഈ വിലയില്ലാത്ത പണിക്ക് ചെലവഴിക്കുന്നത് അതിനാ. എങ്കിൽ ഇങ്ങനെ ഒന്ന് കണക്ക് കൂട്ടിയാൽ മതി. അൽ മീസാൻ, നന്മത്തിന്മയെ തൂക്കുന്ന തുലാസ്. 1. 2, തുലാസ് എന്ന് പറയുമ്പോഴേക്ക് നമുക്കൊക്കെ തോന്നല്, ഇപ്പം ജീവിക്കുന്ന നമുക്കൊക്കെ തോന്നല്, ഇപ്പൊ 10, 40, 30 വയസ്സൊക്കെ ആയ നമുക്കൊക്കെ തോന്നല്, നമ്മുടെ സാധാരണ പഴയ ഒരു തുലാസ് ഉണ്ടല്ലോ, 2 തട്ട്, വലിയ ചങ്ങല, എന്നിട്ട് താഴോട്ടും കീപ്പട്ടും വരുന്നേ. മദ്രസയിൽ പഠിക്കുന്ന ചെറിയ പിള്ളേര് തുലാസ് എന്നിട്ട് പറയുമ്പോഴേക്ക് അവര് കാണുന്നത് സാധാരണ പലചരക്ക് കടയിലൊക്കെ കൊണ്ടുവച്ചിരിക്കുന്ന ചെറിയ ഒരു തുലാസ് ഉണ്ട്. അതിന് കൂടുതൽ ചങ്ങലയും വടിയും പയറൊന്നും ഉണ്ടാവില്ല. അതേസമയത്ത് 60, 70 വയസ്സുള്ള ആളുകൾക്ക് തുലാസ് എന്ന് പറയുമ്പോഴേക്ക് ഓർമ്മ വരുന്നത് ആ വെള്ളി തുലാസാ. വെള്ളി തുലാസ് ഉണ്ടല്ലോ, ഒരു പ്രത്യേക നടുവിനൊരു കയറൊക്കെ കൊടുത്തിട്ട് പഴയ കാലത്തൊക്കെ പൂളക്കിഴങ്ങ് തൂക്കുന്ന തുലാസ്. ഇനിയും കുറെ കാലം കഴിഞ്ഞാൽ ഈ തുലാസ് ഒന്നും അല്ല ഓർമ്മ വരിക. ഇലക്ട്രോണിക് സംവിധാനമുള്ള കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്ന പുതിയ ടെക്നോളജി കണ്ടുപിടിക്കുന്ന തുലാസൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ആ തുലാസിന്റെ കാലത്ത് നാളെ തുലാസ് സ്ഥാപിക്കും പറയുമ്പം അങ്ങനത്തെ ഒരു തുലാസായിരിക്കും. ഞാൻ എന്തിനാ ഇത് പറഞ്ഞത്? എന്നാൽ നമ്മൾ ഈ പറയുന്ന തുലാസ് ഒന്നുമല്ല. അള്ളാഹുവിന്റെ കണക്ക് പ്രകാരം നന്മത്തിന്മകളെ അള്ളാഹുവിന് വിലയിരുത്തി അടിമക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ന്യായയുക്തമായ ഒരു തുലാസ്. അതിന് തൽക്കാലം ഖുർആനില് അൽ മീസാൻ എന്നാണ് പറഞ്ഞത്. സത്യാസത്യത്തെ വിലയിരുത്താനുള്ള ഉപാധിയായ ഒരു യന്ത്രം. എങ്ങനെ പേര് വെച്ചാലും തിരക്കടില്ല. അതുകൊണ്ട് നമ്മൾ ഈ കാണുന്ന തുലാസായിട്ട് ആരും വിലയിരുത്തേണ്ട കാര്യമില്ല. നീതിനിഷ്ഠമായി കാര്യങ്ങളെ വിലയിരുത്താനുള്ള ഒരു അൽ മീസാൻ നാളെ മഹ്ശറിൽ ഉണ്ടാകും. ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി അവര് വിലയിരുത്തിയിട്ടുണ്ട് ഈ സംഭവത്തെ.
വിചാരണയൊക്കെ കഴിഞ്ഞു. ആളുകൾ ഇനി 3 വിഭാഗമാണ്. വിചാരണയൊക്കെ കഴിഞ്ഞപ്പോൾ ആളുകൾ 3 വിഭാഗമാണ്. ഒന്ന്, ഫിർഖത്തുൻ ലൈസ ലഹും ഹസന, ഒരു കൂട്ടര് ഒരു നന്മയും അവർക്കില്ല. എന്തുകൊണ്ട്? അടിസ്ഥാനമായി ഈമാൻ തന്നെയല്ല. ഈമാൻ ഇല്ലാത്തവർ എന്ത് ചെയ്താലും അതിന് യാതൊരു വെയിറ്റും ഉണ്ടാവൂല. എത്ര നിസ്കരിച്ചിട്ട് കാര്യമില്ല, നോമ്പൊറ്റിന് കാര്യമില്ല. ഈമാൻ തന്നെ ഇല്ലാത്ത ആള്. വയനാട്ടിലെ അനിൽകുമാർ എന്ന ഒരു സുഹൃത്ത് ഈ റമദാൻ മാസത്തിൽ ഒരൊറ്റ നോമ്പും കളാക്കിയിട്ടില്ല എന്ന് പേപ്പറിലുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച. 10-20 കൊല്ലമായ ഒരൊറ്റ നോമ്പും കളാക്കലില്ല അനിൽകുമാർ. എന്നല്ല, നോമ്പ് കള 1000-ഓളം കള വീട്ടുകയും ചെയ്തിരിക്കണ്. പക്ഷേ കാര്യമുണ്ടോ? ഈമാൻ എന്ന അടിസ്ഥാന യോഗ്യത ഇല്ലാത്തത് കൊണ്ട് എത്ര വലിയ ടിക്കറ്റ് ഓക്കെ ആക്കിയിട്ടും കാര്യമില്ല, അക്കരെ പറ്റാൻ പാസ്പോർട്ട് വേണം. അതുകൊണ്ട് തന്നെ ഒരു വിഭാഗം ലൈസ ലഹും ഹസനത്തുൻ, അല്ലാഹു തആല അംഗീകരിച്ച ഒരു പുണ്യകർമ്മവും ഇല്ല. അങ്ങനെയുള്ള ഒരു കൂട്ടർ അവരെന്ത് ചെയ്യും? വിചാരണ കഴിഞ്ഞാൽ ഫയഖ്റുജു മിനൻ നാരി ഉനുഖുൻ അസ്വദ്, ഒരു കറുത്തിരുണ്ട കഴുത്ത് മഹ്ശറിലേക്ക് തൂങ്ങി വരുന്നു. ഒരു പ്രത്യേക തരം യന്ത്രം. ഇന്നതൊക്കെ പെട്ടെന്ന് പറയാൻ കഴിയും. വിമാനത്താവളത്തിന്റെ വർക്കൊക്കെ അങ്ങനെ നോക്കി നിന്നാൽ സുബ്ഹാനല്ലാഹ്, എത്രയെത്ര മീറ്റർ ദൂരത്തുനിന്ന് വലിയ വലിയ സാധനം പൊക്കി ഇങ്ങോട്ടെടുക്കുന്നത്. ലോറിയൊക്കെ പൊക്കിയെടുക്കുന്ന ക്രെയിന് ഉള്ള ദുനിയാവാ ഈ കാലഘട്ടം. അത്രയും വളർന്നിരിക്കുന്നു ലോകത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുഹൃത്തുക്കളെ, നിങ്ങൾ ആലോചിച്ച് നോക്ക്. വലിയ ക്രൈന് വന്നിട്ട് പൊക്കിയെടുക്കല്ലേ ലോറിനെയും സാധനത്തിനെയൊക്കെ. ബഹുമാനപ്പെട്ട ഗസാലി ഇമാം ഹദീസുകളെ ആസ്പദിച്ചുകൊണ്ട് പറയുകയാണ്, വിചാരണ കഴിഞ്ഞു, നന്മ തീരെ ഇല്ല എന്ന് ഉറപ്പുള്ള കാഫിരീങ്ങള് അത്തരം ആളുകളെയൊക്കെ പിന്നെ വേഗം ചികിത്സിക്കണം, വേഗം പരിഹാരം കാണണം. നരകത്തിൽ നിന്നുള്ള ഒരു പ്രത്യേകമായ തൂക്കുപാത്രം വന്നുകൊണ്ട് അവരെ പൊക്കിയെടുക്കുന്നു. അത് നരകത്തിലേക്ക് കൊണ്ടുപോകുന്നു. അല്ലാഹു തആല നമ്മളെ കാക്കുമാറാകട്ടെ. മുസ്ലിമായി പേരുകൊണ്ട് ജീവിച്ച് അവസാനം ഈമാൻ തെറ്റി കാഫറായി ചത്തുപോകുന്ന അവസ്ഥ എങ്ങാനും വന്നുപോയാൽ ചെയ്യുന്നതൊക്കെ വെറുതെ ആയി പോകും. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെയും സാലിഹീങ്ങളെയും കുറ്റം പറഞ്ഞാൽ ഈമാൻ തെറിച്ചു പോകുമെന്ന് ഖാല റസൂലുള്ളാഹി. ഈമാൻ തെറിച്ചുപോയി കാഫറായി ചത്താൽ ചെയ്യുന്ന പണിയൊക്കെ വെറുതെ ആയി പോകും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ ഒരു കൂട്ടർ അള്ളാഹു അംഗീകരിക്കാവുന്ന നന്മയില്ലാത്തവർ, അവരെ ഹിസാബ് കഴിഞ്ഞാൽ പിന്നെ അവരെ തുലാസിന്റെ അടുത്തേക്കൊന്നും കൊണ്ടുപോകേണ്ട കാര്യമില്ല. എന്തിനാ അവർക്ക് തുലാസ്? എവിടൊക്കെ തൂക്കാനുണ്ടോ? അവരെ വേഗം അങ്ങോട്ട് കയറ്റി വിടാം. അവർക്ക് തീർത്തും ബോധ്യപ്പെട്ടിരിക്കുന്നു സ്വയം. രണ്ടാമത്തെ ഒരു കൂട്ടർ ഒരു കുറ്റവും ഇല്ലാത്തവരാണ്, ഒരു തെറ്റും ഇല്ല. അപൂർവമായി ചില തെറ്റുകളൊക്കെ വന്നിരിക്കാം. അതവര് തൗബ ചെയ്ത് അള്ളാഹുവിനോട് ദുനിയാവിൽ വെച്ച് തന്നെ ക്ലിയർ വരുത്തിയിട്ടുമുണ്ട്. അങ്ങനെ പരമപരിശുദ്ധരായ കുറെ ആളുകൾ. അപ്പോഴതാ ഒരു അനൗൺസ്മെന്റ്. ഹിസാബ് കഴിഞ്ഞ് സംശുദ്ധരായ ഒരു വിഭാഗം മോമിനീങ്ങൾ ഇങ്ങോട്ട് മാറി നിൽക്കുമ്പോ ഒരു വിളിയാളം, ഐനൽ ഹമ്മാദൂന ലില്ലാഹി അലാ കുല്ലി ഹാൽ, സർവാത്മന അള്ളാഹുവിന് പൊരുത്തപ്പെട്ട് ജീവിച്ച മഹാന്മാരെവിടെ എന്ന ഒരു അനൗൺസ്മെന്റ് വരും. അപ്പോഴവർ എഴുന്നേൽക്കും. മലക്കുകൾ വന്ന് അവരെ സ്വർഗത്തിൽ പോകാനുള്ള ഒരു പ്രത്യേക ഭാഗത്തേക്ക് അങ്ങോട്ട് വെക്കും. സ്വർഗത്ത് കടക്കൂല, കടക്കണമെങ്കിൽ മറ്റന്നാൾ ഇൻഷാ അല്ലാഹ് അത് നമുക്ക് പറയാം. കടക്കല് മറ്റന്നാളല്ല, കടക്കുന്നതിനെ കുറിച്ച് പറയല് മറ്റന്നാളാ ഇൻഷാ അല്ലാഹ്. ഇന്നലെ ഒരാൾ ചോദിച്ചില്ലേ, ഇന്നലെ ഇപ്പൊ ഷഫാഅത്തൊക്കെ കഴിഞ്ഞു പോയില്ലേ? ഷഫാഅത്ത് കഴിഞ്ഞിട്ടില്ല, ഷഫാഅത്തിനെ കുറിച്ചുള്ള ചർച്ച ഇവിടെ കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷെ ആ ഷഫാഅത്ത് നമ്മുടെ ഭാഗ്യത്തിൽ അനുകൂലമായി കിട്ടുന്ന ഒരു വലിയ ദിവസം കഴിഞ്ഞു ഇൻഷാ അല്ലാഹ്. അതുപോലെയാണ് ഞാൻ ഈ പറഞ്ഞത്. അവരെ നന്മ മാത്രമുള്ള അള്ളാഹു അംഗീകരിച്ച പരിശുദ്ധരായ ആളുകളുടെ ഹിസാബ് കഴിഞ്ഞാൽ അവരെ സ്വർഗത്തിലേക്ക് നയിക്കാനുള്ള ഭാഗത്തേക്ക് മാറ്റുന്നു. അപ്പൊ 2 കൂട്ടർ, സ്വർഗത്തിലേക്കുള്ളവരെ സ്വർഗത്തിലേക്ക്, നരകത്തിലേക്കുള്ളവരെ നരകത്തിലേക്ക്, രണ്ടും മാറ്റാനുള്ള പരിപാടിയായി കഴിഞ്ഞു. മൂന്നാമത്തെ ഒരു ടീം മനുഷ്യരിലെ ബഹുഭൂരിഭാഗവും അത്തരക്കാരായിരിക്കും.